Hi, Namaste, welcome back to my channel Vintrada. പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഔട്ട് ചെയ്ത ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയറിലൂടെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ അഡാനി പോർട്സിൽ നമുക്ക് അങ്ങനത്തെ ഒരു മൊമെൻ്റ് ഉണ്ട്. അതായത് മോർണിംഗിൽ തന്നെ മാർക്കറ്റ് ഇറങ്ങിക്കഴിഞ്ഞിട്ടും പിന്നെയും മാർക്കറ്റ് ഇറങ്ങിയപ്പോൾ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് നമുക്ക് അവിടുന്ന് റീ എൻട്രി തന്നിരുന്നു. എഗെയിൻ ബ്രേക്ക്ഔട്ട് എടുക്കാനുള്ള ഒരു പോർഷൻ നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രേഡ് നമ്മൾ മിസ്സായി പോകുന്ന നെക്സ്റ്റ് എവിടെ എടുക്കണം നമുക്ക് കൺഫ്യൂഷനും ഉണ്ടാവത്തില്ല. അപ്പോൾ അതേപോലെ സിഗ്നൽസ് ഇപ്പോൾ എടുത്ത് നമ്മൾ കൺഫേം ആയി നമ്മളവിടെ റിവേഴ്സ് പെട്ടെന്ന് മാർക്കറ്റ് പോയിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യാനുള്ളൊരു പോർഷൻ സോഫ്റ്റ്വെയർ തരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ആകുന്നതെന്ന് ലൈവിൽ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനും കിട്ടും, സ്റ്റോക്ക് അതേപോലെ കംപ്ലീറ്റ് മാർക്കറ്റ് നമ്മുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇന്നത്തെ അഡാനി പോർട്സിൻ്റെ പെർഫോമൻസ് കാണിക്കുക. ഇത് ലേറ്റസ്റ്റ് വേർഷൻ 8.1 ആണ്. ഇതിന് മുമ്പ് നമ്മൾ ടോട്ടൽ 8 വേർഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിൻറ്റയുടെ ഫസ്റ്റിൻ്റെ വേർഷൻ നമ്മൾ 2009 സിമ്പിൾ വേർഷനായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത വേർഷനാണ്. സിമ്പിൾ വേർഷനാണ്. ഇതിൽ ക്യാൻഡിലെ കളർ കൊടുത്തിട്ടില്ല. കളർ കൊടുക്കാം. നമുക്ക് റെഡും ഗ്രീൻ, റെസിസ്റ്റൻസ്, സപ്പോർട്ട്, പേഴ്സണേജ് അങ്ങനെ ഇങ്ങനെയാണ് നമുക്ക് ഈ വേർഷൻ വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ടോട്ടൽ 8 സ്ട്രാറ്റജികളുണ്ട്. അപ്പോൾ പലതും പല ടൈപ്പാണ്. അപ്പോൾ 7th വണ്ണൊക്കെ നമ്മൾ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്താണ്. ഇതിൽ പിങ്ക് കളർ ഡോട്ട് ലൈൻ സ്റ്റോപ്പ് ലോസ് ലെവൽ, ഇതിൽ ലൈറ്റ് കളേഴ്സൊക്കെ സൈഡ് വേസിൽ, ഡാർക്ക് ബ്ലൂ ആണ് നമുക്ക് ബൈ വരുന്നത്. ഇതാണ് റെഡ് സെല്ലും. ഇതിന് താഴത്തെ മറ്റേ ആ സോൺ നമുക്ക് മാർക്കറ്റ് വോളിയം ലൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. വോളിയം ഇല്ലാത്ത സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ടോട്ടൽ 8 സ്ട്രാറ്റജി, ലേറ്റസ്റ്റ് വേർഷനാണ് 8.1 നമ്മുടെ സ്ട്രാറ്റജി വരുന്നത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് നമുക്ക് വർക്കൗട്ട് ആണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗ്രീൻ കളർ അപ്പാരോ ഇതാണ് ബൈസിക്കിൾ. ഇപ്പോൾ അഡാനി പോർട്സിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ബൈസിക്കിൾ വന്നുമ്പോൾ ഡീറ്റെയിൽസ് നമുക്ക് മുകളിലുണ്ടാവും. ഇപ്പോൾ ഇതിനകത്ത് ലേറ്റസ്റ്റ് ബൈ വന്നിരിക്കുന്ന 12.34 എൻ്റെ എൻട്രി പോയിന്റ്, ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റെഡ് കളറാണ് സെല്ല് വരുന്നത്. അപ്പോൾ രാവിലെ നമുക്ക് ഡൗൺ ട്രെൻഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് മുമ്പ് 12.34 നമുക്ക് ബൈ വന്നത്. പക്ഷെ ബൈ കൺഫേം ആയത് ഇപ്പോഴാണ്. അപ്പോൾ ആ സമയത്ത് കൺഫർമേഷൻ കിട്ടിയിരുന്നില്ല. അത് പറയാൻ കാരണം നമുക്ക് സിഗ്നൽ വന്നാൽ ഡയറക്റ്റ് ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് കൺഫർമേഷൻ ചെക്ക് ചെയ്തിട്ട് മാത്രം എൻട്രി എടുത്താൽ മതി. ഇപ്പോൾ ഒരു ബൈസിലാണ് വന്നതെങ്കിൽ നമുക്ക് ക്യാൻഡിലിൻ്റെ കളറ് ഗ്രീനും താഴത്തെ കൺഫർമേഷൻ ബാറും കൂടെ ഗ്രീനിലേക്ക് ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളവിടെ ട്രേഡ് കൺഫേം ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ താഴെ ഗ്രീൻ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബൈസ് ഒന്ന് ഇവിടെ വരും. അപ്പോൾ ഈ 3 കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റ് ട്രേഡ് എടുക്കാം. ഇപ്പോൾ അതിനെടുക്കാൻ പറ്റുന്ന സമയമാണ്. ഇപ്പോൾ അത് ഗ്രീനായി താഴെ ഗ്രീൻ ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ ഗ്രീനായി വരുന്നു. അപ്പോൾ റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്താൽ, ഇപ്പോൾ സിഗ്നൽ വന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കൺഫർമേഷൻ വരുന്നതെങ്കിൽ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലും കൂടെ ബ്രേക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ സിഗ്നൽ പെട്ടെന്ന് കൺഫേം ആയി. കാരണം അത് ഓൾറെഡി നേരത്തെ സെൽ സോണിലുണ്ട്, മാർക്കറ്റ് റെഡിലാണ്. അപ്പോൾ സിഗ്നൽസ് ആദ്യമേ വന്നപ്പോൾ സപ്പോർട്ടും കൂടെ ക്രോസ് ചെയ്തിട്ട് ഇറങ്ങി. അപ്പോൾ അടുത്ത ക്യാനിൽ ഡയറക്റ്റ് കയറി ട്രേഡ് എടുക്കാം. അവിടുന്ന് മാർക്കറ്റ് താഴോട്ടിറങ്ങി മാർക്കറ്റ് ഇവിടം വരെ ഇറങ്ങിയാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് പിടിച്ച എൻട്രി 1495 നമുക്ക് 80 വരെ ഇറങ്ങിയിട്ട് മാർക്കറ്റ് തിരിച്ചു കയറി. പിന്നെയും ബ്രേക്ക് ഔട്ട് നമുക്ക് ഇവിടുന്ന് 83 നിന്നുണ്ടായിരുന്നു. അവിടുന്ന് മാർക്കറ്റ് നേരെ താഴോട്ട് 70 വരെ രണ്ടാമത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ട്രെൻഡ് ലൈൻ്റെ റിവേഴ്സൽ നെക്സ്റ്റ് ബ്രേക്ക് ഔട്ട് എടുക്കുന്ന പോയിന്റും സപ്പോർട്ടും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്നൊരു രണ്ടാമത് എൻട്രിയാണ്. അതായത് ട്രെൻഡ് ലൈൻ തിരിച്ച് കയറുമ്പോൾ, അതായത് മാർക്കറ്റ് പുൾ ബാക്ക് അടിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കളർ ചേഞ്ച് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാർക്കറ്റ് റിവേഴ്സ് അടിച്ചു, ഒന്ന് റിവേഴ്സ് പോയി എന്നുള്ളത്, പുൾ ബാക്ക് പോയി എന്നുള്ളത്. നെക്സ്റ്റ് അവിടെ നിന്ന് തിരിച്ചൊരു ബ്രേക്ക് ഔട്ട് രണ്ടാമത് എൻട്രിയാണ്. അപ്പോൾ പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ആ താഴത്തെ കൺഫർമേഷൻ ബാർ മാറുന്നവരെ ഹോൾഡും ചെയ്യാം. ഇപ്പോൾ അഥവാ സിഗ്നൽസ് റിവേഴ്സ് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ട്രെൻഡ് ലൈൻ, ഇപ്പം നല്ല വോളിയം മാർക്കറ്റൊക്കെയാണ്, ട്രെൻഡ് ലൈൻ്റെ റിവേഴ്സ് കളർ ചേഞ്ച് അനുസരിച്ച് നമുക്ക് എക്സിറ്റ് ചെയ്ത് വിടാം. ഇപ്പം മാർക്കറ്റിന് വോളിയം ഇല്ല, സൈഡ് വേസ് ആയിട്ടാണ് നടക്കുന്നത്. തിരിച്ച് അഥവാ കയറുന്നുണ്ടെങ്കിലും ഭയങ്കര വോളിയം കുറവാണെങ്കിൽ നമുക്ക് അവിടെ സൈഡ് വേസ് ട്രെൻഡായിട്ട് കളർ ചേഞ്ച് വഴി തിരിച്ചറിയാൻ പറ്റും നമുക്ക് മാർക്കറ്റ് റിവേഴ്സ് ഇറങ്ങി എന്നുള്ളത്. അല്ലെങ്കിൽ താഴത്തെ സോൺ മാറുന്നവരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താഴത്തെ സോൺ മാറുന്നവരെ നമുക്ക് ഹോൾഡ് ചെയ്ത് പ്രോഫിറ്റ് കുറച്ച് കുറയെങ്കിൽ നമുക്ക് ആ ട്രെൻഡ് ലൈൻ വൈസും നമുക്ക് ആ കളർ ചേഞ്ച് കാണുന്നതും നമുക്ക് നോക്കിയിട്ട് എക്സിറ്റ് ചെയ്യണമെങ്കിൽ എക്സിറ്റ് ചെയ്ത് വിടാം. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്. നമുക്ക് ഇത്രയും നോക്കിയാൽ മതി. സിഗ്നൽസ് കൺഫേം ആണ്, അടുത്ത ക്യാനിൽ എടുക്കുക ട്രേഡിങ്. അപ്പോൾ അതേപോലെ പുൾ ബാക്ക് അടിക്കുന്ന പോർഷൻ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പം ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് ഒരു എൻട്രി കണ്ടില്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എൻട്രി പുൾ ബാക്ക് കഴിഞ്ഞിട്ട് പിന്നെയും ബ്രേക്ക് ഔട്ട് പോകുന്ന ലെവലിൽ റീ എൻട്രി തരും. അല്ലെങ്കിൽ ആ ബ്രേക്ക് ഔട്ട് സപ്പോർട്ട് എടുക്കുമ്പോൾ നമുക്ക് പിന്നെ എടുക്കാം. തിരിച്ചു കയറുകയാണ്, റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ ബ്രേക്ക് ചെയ്യുന്ന പോർഷൻ പിടിച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഏത് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫോറക്സ് മാർക്കറ്റ് ആയിക്കോട്ടെ, ഓപ്ഷൻസ് ആയിക്കോട്ടെ, അതേപോലെ നിങ്ങൾക്ക് ഇക്വിറ്റി മാർക്കറ്റും കംപ്ലീറ്റ് മാർക്കറ്റിൽ ഇതേ സ്ട്രാറ്റജി അപ്ലൈ ട്രേഡ് ചെയ്യാം. അപ്പോൾ ലൈവ് സെക്ഷനോട് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.